നമസ്കാരം. വിശ്വവിഖ്യാതമായിരിക്കുന്ന താജ്മഹൽ, ആഗ്രയിലെ താജ്മഹൽ, ആ താജ്മഹലിൽ ഇപ്പം അത് ശിവക്ഷേത്രമാണെന്ന് ഹിന്ദുത്വ സംഘടനകൾ പലരും അവകാശപ്പെടുന്നുണ്ട്. അതിൻ്റെ നിജസ്ഥിതി എന്താണെന്ന് പറയാൻ ഞാൻ ആളല്ല. പക്ഷേ തുടക്കത്തിലൊക്കെ വളരെ കാലങ്ങൾക്ക് മുമ്പ് ഒരു വാക്കായിട്ടാണ് പോയിരുന്നത് ശിവക്ഷേത്രം. പിന്നെ അത് വാചകങ്ങളായി, ഇപ്പോൾ പ്രസംഗങ്ങളായി. പണ്ടൊക്കെ വല്ലപ്പോഴും കേട്ടിരുന്നൊരു വാർത്തയാണത്. ആളുകൾ കർണാകർണിയ കൈമാറിയിരുന്ന കൊച്ചൊരു വാർത്തയാണത്. ഈ താജ്മഹൽ ശിവക്ഷേത്രമായിരുന്നു അവിടെ, അത് പൊളിച്ചിട്ടാണ് താജ്മഹൽ പണിതതെന്ന്. അതിൻ്റെ പേര് തേജോ മഹാലയ എന്നായിരുന്നു. തേജസ്സിൻ്റെ മഹാലയം, അതാണ് താജ്മഹലാക്കി മാറ്റിയത് എന്നുള്ളൊരു ഒരു 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 ശ്രുതി ചെറുതായിട്ട്. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. അത് വലിയ രൂപത്തിൽ പടരുകയാണ്, പറന്നുയരുകയാണ് ആ വാർത്ത. ഇപ്പം അത് ഞങ്ങളുടെ ശിവക്ഷേത്രമാണ് എന്ന് പറയുന്ന ഹിന്ദുക്കൾ, അതിൽ തന്നെയുള്ള ഒരു ഹിന്ദു സംഘടനയാണ് അഖില ഭാരത ഹിന്ദു മഹാസഭ. അവരും മറ്റു പല ഗ്രൂപ്പുകളും ചേർന്ന് പതിവായിട്ട് ശ്രാവണം എന്നുള്ളതാണ് ഓണമായത് കേട്ടോ, ഓണക്കാലം. ശ്രാവണം എന്നുള്ള വാക്കാണ് ഇവിടെ വന്നപ്പോൾ ഓണമായത്. കൃഷ്ണനാണ് ഇവിടെ വന്നപ്പോൾ കണ്ണനായത്. അങ്ങനെയുള്ള വ്യത്യാസമുണ്ട്. അപ്പോൾ ഈ മാസം, ശ്രാവണ മാസത്തിൽ ഈ ആഗ്രയിലെ മുഗൾ സ്മാരകമായിട്ടുള്ള താജ്മഹലിൽ അവർ പറയുന്ന തേജോ മഹാലയം എന്ന ശിവക്ഷേത്രത്തിൽ ഗംഗാജലം കൊണ്ട് അഭിഷേകം നടത്താനുള്ള ശ്രമം എല്ലാ പ്രാവശ്യവും നടക്കാറുണ്ട്. ഈ പ്രാവശ്യവും നടന്നത്. മുഗൾ സ്മാരകം നമുക്കെല്ലാവർക്കും അറിയാം. ഷാജഹാനാണ് തൻ്റെ പ്രിയ പത്നിക്ക് വേണ്ടി അവരുടെ മരണത്തിന് ശേഷം അങ്ങനെ ഒരു സംരംഭം അവിടെ നടത്തിയത്. വെണ്ണക്കല്ലിലോ മറ്റോ എന്ന് പറയും. അത് പടുത്തുയർത്തിയത്. പക്ഷെ അത് പടുത്തുയർത്തിയത് ഒരു ശിവക്ഷേത്രത്തിൻ്റെ മേലെയായിരുന്നു. ശിവക്ഷേത്രം തകർത്തിട്ടായിരുന്നു ആ താജ്മഹലിൻ്റെ കീഴെ അതിൻ്റെ അവശിഷ്ടങ്ങൾ ഇപ്പോഴും ഉണ്ട് എന്നാണ് അവകാശപ്പെടുന്നത്. ഇതിൽ നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. ഒന്നാമതായിട്ട്, ഇന്ന് വരെ ഇന്ത്യയിൽ ഇങ്ങനെ ഒരു ശ്രുതി വന്നിട്ടില്ല. ഒരുപാട് ക്രിസ്ത്യൻ ദേവാലയങ്ങൾ ഇന്ത്യയുടെ പല ഭാഗത്തുണ്ട്. കൽക്കട്ടയിൽ ഉണ്ട്, ഇവിടെ മദ്രാസിൽ വന്ന ചെന്നൈയിലുണ്ട്, ബാംഗ്ലൂരുണ്ട്, എല്ലായിടത്തും ഉണ്ട്. ഇന്ന സ്ഥലത്തുനിന്ന് എല്ലായിടത്തും ഉണ്ട്. ഇന്നേ വരെ ഈ ക്രൈസ്തവ സഭാ നേതൃത്വം എന്തെങ്കിലും ഒരു പള്ളി പൊളിച്ചിട്ടാണ്, അല്ല ഒരു അമ്പലം പൊളിച്ചിട്ടാണ് അവിടെ പള്ളി പണിതതെന്ന് ആരും പറഞ്ഞിട്ടില്ല. ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ചർച്ചാണ് തൃശ്ശൂരിലുള്ളത്, ഞങ്ങളുടെ നാട്ടിലുള്ളത്. ആ ചർച്ച അവിടെ പണിതത്, ഇപ്പുറത്ത് വടക്കുന്നാഥൻ ക്ഷേത്രം, അപ്പുറത്ത് പാറമേക്കാവുണ്ട്, അവിടെ ശിവപേരൂർ എന്ന് പറയുന്നുണ്ട്. അതായത് വടക്കേ ബസ് സ്റ്റാൻഡിലും തെക്കേ ബസ് സ്റ്റാൻഡിലും ഒരു ശിവക്ഷേത്രമുണ്ട്, നടുവിലൊരു ശിവക്ഷേത്രമുണ്ട്, പാറമേക്കാവുണ്ട്, തിരുവമ്പാടിയുണ്ട്. അതിൻ്റെ മധ്യത്തിലായിട്ടാണ് ഈ പള്ളി പണിതിട്ടുള്ളത്. അതിൻ്റെ മധ്യത്തിലായിട്ടാണ് ഈ പള്ളി പണിതിട്ടുള്ളത്. തൃശ്ശൂരിലെ ലൂർദ് മാതാപതിയും പള്ളിയുണ്ട്, ഇപ്പുറത്തുള്ള പള്ളിയുണ്ട്. അതിനെക്കുറിച്ചൊന്നും ഒരു കംപ്ലയിൻ്റ് ഇല്ല. കാരണം എന്താണ്, ആ ഒരു കാലഘട്ടത്തിൽ ഈ തരകന്മാരെന്ന് പറയുന്നൊരു കൂട്ടം ആൾക്കാരുണ്ട്. അപ്പം അന്ന് ശക്തൻ തമ്പുരാൻ ഭരിക്കുന്ന സമയത്ത് ഇവിടെ കച്ചവടം നടത്തുന്ന ആളില്ല. നായന്മാരും സവർണ ഹിന്ദുക്കൾക്കൊന്നും കച്ചവടത്തോട് താല്പര്യമില്ല അവർക്ക്. അപ്പം അതുകൊണ്ട് ഇവിടെയൊക്കെ ക്രയവിക്രയങ്ങൾ, വൈശ്യന്മാരെന്ന് പറയാം, കൃഷി, ഗൗരക്ഷ, വാണിജ്യം
അതിന് അന്നത്തെ കാലഘട്ടത്തിൽ ക്രിസ്ത്യാനികളെ മിടുക്കന്മാർ. അങ്ങനെ ക്രിസ്ത്യാനികളെ ക്ഷണിച്ചു വരുത്തിയാണ് ഉണ്ടായത്. ശക്തൻ തമ്പുരാൻ ക്ഷണിച്ചു വരുത്തി അവരവിടെ ബിസിനസ്സും കാര്യങ്ങളും നല്ല രീതിയിൽ നടക്കുന്നു. അപ്പുറത്തുള്ള സാധനങ്ങൾ ഇങ്ങോട്ട് കൊണ്ടിരുന്നു, ഇവിടുത്തെ സാധനങ്ങൾ അവിടെ കൊണ്ട് വിൽക്കുന്നു. അതെല്ലാവർക്കും വലിയൊരു സൗകര്യമായി. ആ സമയത്ത് അവർ ശക്തൻ തമ്പുരാനോട് അപേക്ഷിച്ചതിന് പ്രകാരം ഞങ്ങൾക്കൊരു ദേവാലയം വേണം. അപ്പോൾ അവർ പറഞ്ഞു, ആ സ്ഥലം എടുത്തോളൂ, എവിടെയാണ് സ്ഥലം വെച്ചാൽ നിങ്ങൾക്ക് അവിടെ എടുത്തോളൂ, പണിതോളൂ. അങ്ങനെയാണ് ആ ക്ഷേത്രം അവിടെ ഉണ്ടാകുന്നത്. അല്ല, ആ ഒരു മറ്റേ ക്രൈസ്തവ ദേവാലയം അവിടെ ഉണ്ടാകുന്നത്. ഇന്ന് വരെ ആ ക്രൈസ്തവ ദേവാലയത്തെ ചൂണ്ടിക്കാണിച്ചിട്ട് ആരും വർത്തമാനം പറഞ്ഞിട്ടില്ല. അത് ശക്തൻ തമ്പുരാൻ കൊടുത്തതാ എന്നും പറഞ്ഞിട്ടില്ല. ഞാനിപ്പോൾ ഇവിടെ പറയാൻ കാരണം അതിൻ്റെ ചരിത്രം പറഞ്ഞു മാത്രം, അല്ലാതെ ഞങ്ങൾ കൊടുത്തില്ല, അവർ അപ്പുറത്ത് സ്ഥലം വാങ്ങിച്ചത് പണിയുമായിരുന്നു. അപ്പോൾ പറഞ്ഞു വരുന്നത്, ഇന്ത്യയിലുള്ള ഒരു ക്രിസ്ത്യൻ ദേവാലയത്തിൻ്റെ മേലെയും വിരൽ ചൂണ്ടിയിട്ട് അത് ഇങ്ങനെ അമ്പലം പൊളിച്ചുണ്ടാക്കിയതെന്ന് പറഞ്ഞിട്ടില്ല. അങ്ങനെ അവർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതും വലിയൊരു പ്രശ്നമായേനെ. അപ്പോൾ ഇവിടെ ഈ അമ്പലം നശിപ്പിച്ചിട്ടാണ് ക്ഷേത്രം പണിതത്, അല്ല അമ്പലം നശിപ്പിച്ചിട്ടാണ് ക്ഷേത്രം നശിപ്പിച്ചിട്ടാണ് താജ്മഹൽ പണിത് എന്ന് പറയുമ്പോൾ അതിനെ നമ്മൾ 100% അസത്യമായിട്ട് എടുക്കേണ്ടതില്ല. എന്തോ സംതിങ് റിമെയിൻസ് ബിഹൈൻഡ്. ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിൻ്റെ പുറകിൽ എന്തോ അവശേഷിക്കുന്നുണ്ടെന്നല്ലേ വരുന്നത്. അതിനി ആ ഒരു സംഭവം നമുക്കെല്ലാവർക്കും അറിയാം. ബാബറി മസ്ജിദ് പോലെ എത്രയോ വർഷങ്ങൾക്ക് മുൻപ് നെഹ്റുവിൻ്റെ കാലഘട്ടം മുതലൊക്കെ ഉണ്ട്. അവിടെ തൊട്ട് ഇവിടെ തൊട്ട് അങ്ങനെ പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞ് അവിടെ ചൊറിഞ്ഞ് ഇവിടെ ചൊറിഞ്ഞ് അവസാനം എന്തായി? ഒരിക്കലും പ്രതീക്ഷിക്കാത്ത വിധം അത് തകർത്ത് കളഞ്ഞു. ഇന്നിപ്പോൾ അവിടെ രാമക്ഷേത്രം ഉയർന്നു കഴിഞ്ഞു. അതേ സമയത്ത് ബാബറി മസ്ജിദ് അപ്പുറത്ത് ഉയർത്താനും കഴിഞ്ഞിട്ടില്ല. ഇതേ അവസ്ഥ ഇനി വേറെയും ഇതുപോലെ തന്നെ അമ്പലങ്ങളുണ്ട്, ശിവക്ഷേത്രങ്ങളുണ്ട്, മധുരയിൽ ക്ഷേത്രമുണ്ട്. ഇങ്ങനെ പലയിടത്തും മുൻപ് സിംഗാൾ എന്ന് പറഞ്ഞൊരാളുണ്ട്. അദ്ദേഹം വിശ്വഹിന്ദു പരിഷത്തിൻ്റെ ഹെഡായിരുന്നു സിംഗാൾ. അപ്പം അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ഇപ്പോൾ ഒരെണ്ണം എന്തായാലും പറയും, നമ്മളുടെ ബാബറി മസ്ജിദ് അത് പൊളിച്ചു, ഇനിയും ബാക്കി അന്ന് 3,000 15,000 ബാക്കി എന്നാണ് പറഞ്ഞത്. അമ്പലങ്ങൾ മുഴുവൻ തകർക്കുകയും അവിടെ തങ്ങളുടേതായിട്ടുള്ള ദേവാലയങ്ങൾ പടുത്തുയർത്തുകയും ചെയ്യുന്നത് മുഗൾ രാജാക്കന്മാരുടെ അവരുടെ വിശ്വാസത്തിൽ അങ്ങനെ ചില കാര്യങ്ങളാണ്. കാരണം അള്ളാഹു മാത്രമാണ് ദൈവം. അങ്ങനെയുള്ള അള്ളാഹുവിന് അപ്പുറമുള്ളൊരു ദൈവത്തെ ഇല്ലാതാക്കുകയും അള്ളാഹുവിനെ മാത്രം പ്രതിഷ്ഠിക്കുകയും അല്ലെങ്കിൽ എസ്റ്റാബ്ലിഷ് ചെയ്യിക്കുകയും ചെയ്യുന്ന അവരുടെ ഒരു വിശ്വാസത്തിൻ്റെ ഭാഗമാണത്. ലോകം നന്നാവാൻ വേണ്ടിയിട്ടാണെന്ന് അവർ പറയുന്നത്. അത് ഇപ്പുറത്തെ മതക്കാർ പറയാം അതല്ല ശരി, അവർ പറയും ഇതല്ല ശരി. ഇവിടെ പറയും ഏകദൈവം എന്ന് പറയും, അവിടെ പറയും ബഹുദൈവം എന്ന് പറയും. അങ്ങനെ പല കാര്യങ്ങളുമുണ്ട്. അപ്പോൾ ഇതിനകത്ത് പലപ്പോഴും മതം ദകാരമായിട്ട് മാറും. അതായത് മതത്തിന് മതം പൊട്ടും. അപ്പോൾ അതാണ് കാണുന്നത്. ഇപ്പോൾ ഇവിടെ മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്നുള്ളൊരു കൽപ്പന നമ്മളുടെ സംപൂജ്യനായിട്ടുള്ള ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പം അതിൻ്റെ വെർഷൻ മാറിയിരിക്കുകയാണ്. മതം ഏതായാലും മനുഷ്യന്മാരെ ദ്രോഹിക്കാതിരുന്നാൽ മതിയെന്ന്. നിങ്ങൾ ഏത് മതം കൊണ്ടുവരുന്നോ മനുഷ്യന്മാരെ ദ്രോഹിക്കരുത്. ഇന്ന് എല്ലാവരും ഭയപ്പെടുന്നത് മതത്തെയാണ്. കാരണം മതത്തിന് മതം പൊട്ടി നടക്കുകയാണ്. അപ്പോൾ അതെന്തോ ആകട്ടെ. അപ്പോൾ ഈ പറഞ്ഞു വരുന്നത് ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഇപ്പം ഇന്ത്യയിൽ നടമാടിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഇടയിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി നടക്കുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ ഈ കേരളത്തിൽ കണ്ടുവരുന്നൊരു കാഴ്ചയാണ്. ഇപ്പം ഞാൻ അതിൻ്റെ ഇടയിൽ ഇവിടെ ഇടക്കാലത്ത് നടന്ന അതിനെക്കുറിച്ചൊന്നും ഞാൻ കൃത്യമായിട്ട് പറയുന്നില്ല. പക്ഷേ എന്തോ ചില മാറ്റങ്ങൾ ഇവിടെയുള്ള മുസ്ലിം പിള്ളേരിൽ സംഭവിച്ചിട്ടുണ്ട്. ഇനി ഞങ്ങളുടെ രാജ്യമാണ്, അതിൻ്റെ പരസ്യ പ്രസ്താവനയും കഴിഞ്ഞു. ഞങ്ങൾ ഭരിക്കും കേരളത്തിൽ, ഞങ്ങൾ പറയും നിയമങ്ങൾ, ലീഗ്. അതാണ് ഇവിടെ കണ്ടുവരുന്ന കാര്യങ്ങൾ. ഇവിടെ നമ്മളുടെ യൂട്യൂബ്, ഫേസ്ബുക്ക്, ഇന്ന് അതൊക്കെയാണല്ലോ. പത്രങ്ങളും റേഡിയോ ടെലിവിഷന് പകരം അതൊക്കെയാണല്ലോ. പല വീടുകളിലും ടെലിവിഷൻ ഇല്ല, ഉണ്ടെങ്കിൽ തന്നെ അത് നോക്കാനും ആൾക്കാരില്ല. അപ്പം ആയതുകൊണ്ട് ഇപ്പം നമ്മൾ കാര്യങ്ങൾ അറിയുന്നതും അറിയിപ്പിക്കുന്നതും ഇങ്ങനെയുള്ള ചില സോഷ്യൽ മീഡിയയിലാണ്. ആ സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ ഈ മുസ്ലിം നാമധാരികളായിട്ടുള്ള പിള്ളേർ എന്ന് പറഞ്ഞാൽ മുസ്ലിം പിള്ളേർ തന്നെ,
ജിഹാദികളായിട്ടുള്ള പിള്ളേർ തന്നെ അവർ പച്ചത്തെറി പൂരമാണ് ഹിന്ദുക്കൾക്കെതിരെ, ഹിന്ദു സന്യാസിമാർക്കെതിരെ, ഹിന്ദു സങ്കല്പങ്ങൾക്കെതിരെ, ശങ്കരാചാര്യർക്കെതിരെ. ആരാണ് ശങ്കരാചാര്യർ മുഴുവൻ അറിയില്ല. ഇപ്പോൾ അവർക്ക് ഒന്നറിയാം, ശങ്കരാചാര്യർ ഹിന്ദുക്കളുടെ എന്തോ ആണ്. എന്നാൽ അവിടെയും തെറി കിടക്കട്ടെ. വെള്ളാപ്പള്ളി നടേശനെ അവിടെയും തെറി കിടക്കട്ടെ. സുകുമാരൻ നേരെ അവിടെയും തെറി കിടക്കട്ടെ. ഈ രീതിയിൽ ഒരു പച്ചത്തെറി ഗുണ്ടായസം ഒരു നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവരറിയുന്നില്ല ഒരു കാര്യം. ഒരിക്കൽ ചിന്മയാനന്ദ സ്വാമി, ഞാൻ കോളേജിലേക്ക് പഠിക്കുന്ന സമയത്താണ്, ചിന്മയാനന്ദ സ്വാമി തൃശ്ശൂർ വന്ന സമയത്ത് അവിടെ ഒരു കോൺക്ലേവ് നടക്കുകയാണ്. ബിഷപ്പുമാരും അതുപോലെ തന്നെ കർദിനാൾമാരൊക്കെ ഉണ്ട് സെൻറ് തോമസ് കോളേജിൽ. അന്ന് അവർ വന്ന് ചിന്മയാനന്ദ സ്വാമിയെ ക്ഷണിച്ചു. സ്വാമി വരണം, ഞങ്ങളുടെ വേദി അലങ്കരിക്കണം, 2 വാക്ക് പറയണമെന്ന്. ഉടനെ തന്നെ അന്നുണ്ടായിരുന്ന RS CP ജനാർദ്ദനൻ അങ്ങനെയുള്ള ആൾക്കാർ പറഞ്ഞു, CP സുബ്രഹ്മണ്യൻ, PP ഗോപാലകൃഷ്ണൻ, അവരെല്ലാം പറഞ്ഞു സ്വാമി ഒരിക്കലും പോകരുത്, അവരുടെ ഇടയിൽ പോകരുത്, ക്രൈസ്തവരുടെ ഇടയിൽ സ്വാമിയെ പോകരുത് പറഞ്ഞ് ഞാൻ വാക്ക് കൊടുത്തു, വിൽ ഗോ. അപ്പോൾ ഞങ്ങൾ തടയും. തടഞ്ഞോ? ജീവൻ കളഞ്ഞ് ഞങ്ങൾ തടയും. അങ്ങനെ തന്നെയാണ് വേണ്ടത്. നിങ്ങൾക്ക് അങ്ങനെ തന്നെ തടയണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് നിന്ന് തരില്ല. നിങ്ങൾ ജീവൻ കളഞ്ഞതിനെ തടയാൻ നോക്കുക. അതാണ് ഹിന്ദുക്കൾക്ക് വേണ്ടതെന്ന് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹത്തോട് പ്രസംഗിച്ച് കഴിഞ്ഞ് തിരിച്ചു വന്നു. ഇപ്പോൾ RSകാർ തന്നെ മാറിയിട്ട് സ്വീകരിച്ചു. കാരണം അദ്ദേഹം പറഞ്ഞത് പല കാര്യങ്ങളും ഇവരോട് പറഞ്ഞു കൊടുത്ത്, ഇതൊരു വലിയൊരു ഒറേറ്ററായിരുന്നു. അത് പറഞ്ഞു കൊടുത്ത അവസാനം പറഞ്ഞു, ഇപ്പോൾ നിങ്ങൾ ചെയ്യുന്നത്, പലയിടത്തും ചെയ്യുന്നത് മതം മാറ്റം സംബന്ധിയായിട്ടുള്ള കാര്യങ്ങൾ, അത് നിങ്ങൾക്ക് തിരിച്ചടിയായിട്ട് വരും. അങ്ങനെ തിരിച്ചടിയായിട്ട് വരുന്ന സമയത്ത് നിങ്ങളോടൊപ്പം നിൽക്കാൻ ഞങ്ങൾ പോലും ഉണ്ടാവില്ല കേട്ടോ എന്നന്ന് പറഞ്ഞു. പക്ഷേ ക്രിസ്ത്യാനികൾ അവർ കുറച്ച് ഹൈലി ഇൻ്റലക്ച്വൽ ആയതുകൊണ്ട് അവർക്കറിയാം ഞങ്ങൾ ജീവിക്കുന്ന ഇന്ത്യയിലാണ്, ഞങ്ങൾ ജീവിക്കുന്ന ഹിന്ദുസ്ഥാൻ എന്നു പേരുള്ള ഇന്ത്യയിലാണ്, ഞങ്ങൾ ജീവിക്കുന്ന ഭാരതം എന്നു പേരുള്ള ഇന്ത്യയിലാണ് എന്ന് അവർക്ക് നന്നായിട്ട് അറിയാം. ആയതുകൊണ്ട് അവർ പല കാര്യങ്ങളും അവരിലേക്ക് സന്നിവേശിപ്പിച്ചിട്ടുണ്ട്. ഹൈന്ദവ സംസ്കാരത്തിൻ്റെ പല കാര്യങ്ങളും അവരിലേക്ക് സന്നിവേശിപ്പിച്ചിട്ടുണ്ട്. വേറൊരു കാര്യം, ക്രിസ്തുമസ് വരുന്ന സമയത്ത് ഏത് ഹിന്ദു ഭവനത്തിലാണ് ക്രിസ്തുമസ് ആചരിക്കാതിരിക്കുന്നത്? എവിടെയാണ് സ്റ്റാർ കെട്ടാതിരിക്കുന്നത്? ആയതുകൊണ്ട് തന്നെ തമ്മിലുള്ളൊരു സങ്കലനം അവിടെ അവർ നടത്താൻ അവർ മോഹിച്ചു. അത് വളരെ വലിയ വിജയിക്കുന്നുണ്ട്. ഞാനിവിടെ തൃശ്ശൂർ വലിയ ഗീതകൾ 142 ദിവസം നീണ്ടെടുക്കുന്നൊരു ഗീത, 128 ദിവസം നീണ്ടെടുക്കുന്നൊരു ഗീത, 118 ദിവസം നീണ്ടെടുക്കുന്ന ഗീതയ്ക്ക് നടത്തിയ സമയത്ത് അവരുടെ ഭാഗത്ത് വലിയ സഹകരണമാണ് ഉണ്ടായിട്ടുള്ളത്. പക്ഷേ ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ അവിടെ നക്കരുത്, ഇവിടെ തുടരുത്, അവിടെ ബാന്ധരുത്, നാറ്റിക്കരുത് എന്നൊക്കെയും പറഞ്ഞ് ഓണത്തിൻ്റെ കാര്യം അറിയില്ല, ഓണത്തിന്, വിഷുവിന്, തിരുവാതിര, ഹിന്ദുവിൻ്റെ കാര്യത്തിൽ, ഹിന്ദുവിൻ്റെ അമ്പലത്തിൻ്റെ കാര്യത്തിൽ ഈ രീതിയിൽ വലിയ രൂപത്തിലുള്ളൊരു തരം അറിവില്ലായ്മയാണെന്ന് വേണമെങ്കിൽ നിങ്ങൾ പറഞ്ഞോളൂ, അവിവേകമാണെന്ന് നിങ്ങൾ പറഞ്ഞോളൂ. പക്ഷേ നിങ്ങൾ നിയന്ത്രിക്കണം ഇത്തരം കാര്യങ്ങൾ. ഈ ഇസ്ലാം സമൂഹത്തിന്, മുസ്ലിം സമൂഹത്തിന് ആളുകൾ നിയന്ത്രിക്കണം. പക്ഷെ അവർ അഴിച്ചു വിട്ടതായിട്ടാണ് കാണുന്നത്. ഈ ഹിന്ദു സമൂഹത്തിന് മേലെയുള്ള കുതിരകയറ്റം അതൊരിക്കലും ആശാസ്യമല്ല, ആശാവഹമല്ല, ഭാവിയിലേക്ക് വലിയ ദോഷം ചെയ്യും. ഇപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണ്, ഓരോ സ്ഥലങ്ങളായിട്ട് നോട്ടം വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ ലോകപ്രശസ്തമായിട്ടുള്ള, ലോകവിഖ്യാതമായിട്ടുള്ള താജ്മഹലിലേക്കാണ് നോട്ടം. അതിന് പതുക്കെ കയറി വരും. അതിൻ്റെ ഗതി ഞാൻ വലുതാക്കിയൊന്നും പറയില്ല. അതിൻ്റെ ഗതിയും അവസാനം ബാബറി മസ്ജിദിൻ്റെ ഗതിയായിരിക്കും. വിശുദ്ധമായിട്ടുള്ള ശ്രാവണ മാസം, ആ ശ്രാവണ മാസത്തിലെ ആദ്യത്തെ തിങ്കളാഴ്ച സംരക്ഷിതമായിട്ടുള്ള സ്ഥലത്ത് മതപരമായിട്ടുള്ള ആചാരങ്ങൾ നടത്താൻ മഹാസഭ ശ്രമിക്കുന്നുണ്ട്. ഈ കാര്യം മുൻകൂട്ടി ഹിന്ദു സംഘടനകൾ പലപ്പോഴും അതിനെക്കുറിച്ച് പറഞ്ഞു. ഞാൻ നേരത്തെ പറഞ്ഞു, തേജോമഹാലയം എന്ന് വിളിക്കുന്ന താജ്മഹൽ യഥാർത്ഥത്തിലൊരു ശിവക്ഷേത്രമാണെന്ന് അവരുടെ ചരിത്രകാരന്മാരും ആവർത്തിച്ച് പറയുന്നുണ്ട്. അതിനുള്ള അവരായിട്ടുള്ള തെളിവുകളുണ്ട്. ഇതുപോലെ തന്നെയായിരുന്നു നമ്മളുടെ ബാബറി മസ്ജിദ് എന്ന സ്ഥലത്തെക്കുറിച്ചും തെളിവുകൾ നിരത്തിയിരുന്നത്. ഒരു മുസ്ലിം ചരിത്രകാരൻ അദ്ദേഹം വരെ പറഞ്ഞിട്ടുണ്ട് അത് ക്ഷേത്രം തന്നെയായിരുന്നു എന്ന്. ഇതിങ്ങനെ പറഞ്ഞ് ഇനി അവിടെ കോടതി ഇടപെടും, ഗവൺമെൻറ് ഇടപെടും. ഈ രീതിയിൽ അവസാനം താജ്മഹൽ ഒരു ഓർമ്മയായിട്ട് അവശേഷിക്കും. അതിന് വേണ്ടുന്ന രീതിയിലുള്ള ഈ ഹിന്ദുത്വ വിഭാഗത്തിന് ഇതിൽ എതിർപ്പ് പ്രകടിപ്പിക്കുന്ന, ഇത് തേജോമഹാലയമാണ്, ഇത് താജ്മഹലല്ല, അതുകൊണ്ട് അതവിടെ നിലനിർത്താൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല എന്ന് പറയുന്നവർക്ക് വേണ്ടുന്ന പ്രചോദനം നൽകുന്ന ഇപ്പോൾ മുസ്ലിം പിള്ളേരാണ് നൽകുന്നത്.
അവിടെ ഇപ്പം നൽകാൻ പറ്റില്ല, അവിടെ വായ തുറക്കാൻ പറ്റാത്ത സാഹചര്യം ആയിക്കഴിഞ്ഞു. ഇപ്പോൾ അവിടെ കാവട് വരുന്നുണ്ട്. അതേ കാവെടുത്തിട്ട് ഇവിടെ തോളത്ത് വെച്ച് രണ്ട് ഭാഗത്ത് അവർ കുടവും കൊണ്ട് പോകും ഗംഗയിലേക്ക്, ഹരിദ്വാറിലേക്ക്. അവിടെ നിന്ന് ആ കാവടിൽ ഗംഗാജലം നിറച്ച് അവരുടെ നാട്ടിലേക്ക് വരുന്നൊരു ചടങ്ങുണ്ട്. ആ ചടങ്ങ് നടക്കുന്ന സ്ഥലത്ത് ഒരു സ്ഥലത്തും ഒരു മുസ്ലിമിൻ്റെ കട തുറക്കാനും അനുവദിച്ചിട്ടില്ല എന്നുള്ളതാണ്. എന്താ ലഹള ഉണ്ടാക്കാത്തത്? ഒരു കാലത്ത് വലിയ ലഹളയ്ക്ക് ഉണ്ടാക്കിയിരുന്നാണല്ലോ. അത് ഗുജറാത്തോട് കൂടിയിട്ട് ഞാനത് ഞാനായിട്ട് പറയുന്നില്ല, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ. ഇപ്പോൾ അടക്കം വെച്ചു എന്നർത്ഥം. ആ ചെകുത്താന്മാരെ പിടിച്ച് കുടത്തിലടച്ചു. കുടത്തിൻ്റെ വായ മുറുക്കി കെട്ടി, കണ്ണിമായ്ക്ക് മുറുക്കി കെട്ടി മണ്ണ് വെച്ച് മൂടി വീണ്ടും മുറുക്കി കെട്ടണ പോലെ നന്നായിട്ട് മുറുക്കി കെട്ടി. ഇനി മിണ്ടൂല. ഇപ്പോൾ ഈ കൂടി മിണ്ടുന്നത് കൃത്യമായിട്ട് പറഞ്ഞാൽ തെമ്മാടിത്തരം കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെയുള്ള മുസ്ലിം പിള്ളേരാണ്. തെമ്മാടിത്തരം തന്നെയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അവർ കിട്ടിയ അവസരം അവർ ഇങ്ങനെയാണ് വിനിയോഗിക്കുന്നത്. അതിൻ്റെ പുറയിൽ ആളുകളുണ്ടോ ഇല്ലെന്ന് പറയാൻ പറ്റില്ല. കാരണം അവർ പറയേണ്ടതാണ്. നിങ്ങൾ ഈ പറയുന്നത് ഞങ്ങളുടെ അക്കൗണ്ടിൽ പാടില്ല എന്നിവിടുത്തെ മുജാഹിദോ അല്ലെങ്കിൽ ജമാഅത്ത് ഇസ്ലാമിയോ അല്ലെങ്കിൽ സമസ്തക്കാരോ അല്ലെങ്കിൽ പാണക്കാട്ടുകാരോ ലീഗുകാരോ പറയേണ്ടതാണ്. അവരും വിട്ടുകൊടുത്തിരിക്കുക. വോട്ടാണല്ലോ പ്രശ്നം. നാളെ വോട്ടിന് വേണ്ടി വലിയ തട്ട് നിങ്ങൾക്ക് ഏറ്റുവാങ്ങേണ്ടി വരും. സംഘടനയായിട്ട് ബന്ധപ്പെട്ട് 11 സ്ത്രീകളടക്കം ശിവഭക്തരായിട്ടുള്ള ആളുകളും ചേർന്ന് താജ്മഹലിലേക്ക് അങ്ങനെ പോകുന്ന ആ ഒരു യാത്ര വഴിമധ്യേ അത് തടഞ്ഞിട്ടുണ്ട്. പിന്നീട് അവരെ സമാധാനപ്പെടുത്തിയിട്ട് അവർ തന്നെ പറഞ്ഞിട്ടാണ് ഞങ്ങളവിടേക്ക് വരുന്നുണ്ട്, ഞങ്ങളുടെ പൂജയാണ് വരുന്നത്. സ്വാഭാവികമായിട്ട് അവരെ തടയുമല്ലോ, പോലീസ് തടയുമല്ലോ. അവിടെ അടുത്താണ് രാജേശ്വർ ക്ഷേത്രം. അവിടെ ഞാൻ പോയിട്ടുണ്ട്. ആ രാജേശ്വര ക്ഷേത്രത്തിൽ കൊണ്ടുപോയി അവിടെ അവർ വിശുദ്ധജലം അർപ്പിക്കുകയും ജലാഭിഷേകം അല്ലെങ്കിൽ ശിവലിംഗത്തിൻ്റെ മേലെയുള്ള ആചാരപരമായിട്ടുള്ള സ്നാനം നടത്തുകയും ചെയ്തിട്ടുണ്ട്. മതപരമായിട്ടുള്ള ചടങ്ങുകൾ നടത്തുന്നതിനായിട്ട് സംഘം പടിഞ്ഞാറൻ കവാടത്തിൽ നിന്ന് താജ്മഹലിലേക്ക് പോകുന്നതായിട്ട് അധികൃതർക്ക് മുൻകൂട്ടി വിവരം ലഭിച്ചിരുന്നതായിട്ട് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞു. യാത്രാമധ്യേ അതുകൊണ്ട് തന്നെ അവർ പറഞ്ഞു, ഞങ്ങളുടെ ഡ്യൂട്ടിയാണ് നിർവഹിക്കുന്നത്, ഇപ്പോൾ നിങ്ങളവിടെ മുന്നോട്ട് പോകാൻ പാടില്ല. എല്ലാവരും അത് അംഗീകരിച്ചു. അവിടെ അഖില ഭാരത് അവരെ തടഞ്ഞു നിർത്തി. പിന്നെ അവരെ മറ്റൊരു വഴിക്ക് തിരിച്ചുവിടേണ്ടായത് രാജേശ്വർ ക്ഷേത്രത്തിൽ. അഖില ഭാരത ഹിന്ദു മഹാസഭ ജില്ലാ പ്രസിഡന്റ് മീര റത്തോഡ് ഞാൻ ഋഷികേശിലുള്ള സമയത്തോടെ സ്ഥിരം അവിടെ ആശ്രമത്തിൽ ക്യാമ്പുകളിൽ ആളുകളെയും കൊണ്ടുവരുന്ന ഒരാളായിരുന്നു അതെ, മീര റത്തോഡ്. താജ്മഹൽ ശിവക്ഷേത്രം തന്നെയാണെന്ന് അവർ ആവർത്തിച്ച് പറയുന്നുണ്ട്. വലിയൊരു ഗ്രൂപ്പ് അതിനെ ആവർത്തിച്ച് പറയുന്നുണ്ട്, ഹിന്ദു ഗ്രൂപ്പ് തന്നെ. താജ്മഹലിൽ ഖവാലി പരിപാടികൾ നടത്താൻ കഴിയുമെങ്കിൽ, ഖവാലി എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങൾ കൈകൊട്ടി പാടുന്നൊരു പാട്ടുണ്ടല്ലോ, അതാണ് ഈ ഖവാലി എന്ന് പറയുന്നത്. ആ ഖവാലി അവിടെ നടത്താൻ കഴിയുമെങ്കിൽ ഞങ്ങളുടെ പ്രാർത്ഥന നടത്താനും ഞങ്ങളെ അനുവദിക്കണം. ഇത്തവണ ഞങ്ങളെ തടഞ്ഞു. പക്ഷേ ശ്രാവണിൽ കൂടുതൽ തിങ്കളാഴ്ചകളുണ്ട്. ഞങ്ങൾ വീണ്ടും കന്വാറുകൾ അവിടെ കൊണ്ടുപോയിട്ട് ആരാധന നടത്തും അവർ പറഞ്ഞു. അഖില ഭാരത ഹിന്ദു മഹാസഭ പോലുള്ള ഹിന്ദുത്വ ഗ്രൂപ്പുകൾ ശ്രാവണ മാസത്തിൽ ഗംഗാജലം നൽകാൻ താജ്മഹലിൽ പ്രവേശിക്കാനുള്ള ശ്രമം ആരംഭിച്ചിട്ടുണ്ട്. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ കീഴിലുള്ള ഒരു സംരക്ഷിത സ്ഥാപനമാണിപ്പോൾ താജ്മഹൽ. ആയതുകൊണ്ട് തന്നെ തൽക്കാലം പോലീസിൽ തടയേണ്ടി വരും. ഭരണാധികാരികൾക്ക് മൗനം ദീക്ഷിക്കേണ്ടി വരും. എത്ര നാൾ അവരെ തടയും? എത്ര നാൾ ഭരണകൂടം മൗനം പാലിക്കും? കണ്ടറിയേണ്ടതാണ്. നമസ്കാരം.